അങ്ങനെ ഒരു വറുതിക്കാലത്തിന് അവസാനമാവുകയാണ്. സംസ്ഥാനത്തെ ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ മത്സ്യമേഖല വലിയ പ്രതീക്ഷയിലാണ്. വല നിറയെ മീനുമായി എത്തുന്ന തീരത്തെ ഉത്സവ നാളുകൾക്കായി തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഇനിയൊരു ചാകരക്കോള്, അതാണ് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് നിറയെ. ജൂൺ 10 അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ്. തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ഒരുക്കുന്നതിന്റെ അവസാനവട്ട തിരക്കിലാണ്. കരയ്ക്ക് കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണിപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ അധികവും. നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തിരിച്ചെത്തി തുടങ്ങി. ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്നുള്ള കടലിലെ താപനില പ്രതീക്ഷ കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭം അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിച്ചു വേണം മത്സ്യബന്ധനത്തിന് കടലിൽ ഇറങ്ങേണ്ടതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, പൂവാലൻ, ചെമ്മീൻ എന്നിവ ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ദിവസങ്ങൾ. ന്യൂസ് 18 കൊല്ലം. അങ്ങനെ പ്രതിസന്ധിയുടെ 52 ദിവസങ്ങൾ കഴിഞ്ഞ് അതിനുശേഷം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും കടലിലേക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പോയി തുടങ്ങുകയാണ്. അവർക്ക് പ്രതീക്ഷയുടെ ചാകര ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.